നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ട പോലത്തെ നിങ്ങൾക്ക് ഒറിജിനൽ വീഡിയോനെ ആനിമേഷൻ വീഡിയോയിലേക്ക് വളരെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഡിസ്കോഡിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ വന്ന ശേഷം ഡിസ്കോഡ് സൈനപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. ഡിസ്കോഡ് സൈനപ്പ് എന്ന് അടിച്ചു കൊടുത്ത ശേഷം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒരു യൂസർ നെയിമും വെച്ച് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആയ ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഡൊമോ AI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്ത് വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ, ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും കട്ടിങ് ആയിക്കോട്ടെ, എന്ത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആനിമേഷൻ വീഡിയോയിലേക്ക് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഡൊമോ.ai വന്ന് അതിനുശേഷം ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അവർ നമ്മളോട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തത്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് 18 മുകളിലാണോ എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും റീസൺ കൊടുക്കുക, എന്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും റീസൺ കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ഏജൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 18+ എന്നുള്ള നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ജസ്റ്റ് ഞാനിപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്യണത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ അവർ ഏജിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 18+ എന്നുള്ള ഏജ് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ വന്ന് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ അവർ ഏത് ലാംഗ്വേജാണ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് എന്നുള്ള കൊടുക്കുക. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഡൊമോ AI ഇത്. ഇതിനകത്ത് ഓരോ ആൾക്കാരും ക്രിയേറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒറിജിനൽ വീഡിയോയിൽ നിന്ന് അത് ആനിമേഷനിലേക്ക് ക്രിയേറ്റ് ചെയ്ത് അതിനുവേണ്ടി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ രണ്ടാമത്തെ ഓപ്ഷനാണ്. അതായത് നമ്മളൊരു വീഡിയോ ആണ് അതിനകത്ത് കൊടുത്തിട്ട് ആ വീഡിയോയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഒറിജിനൽ വീഡിയോ നമ്മൾ കൊടുക്കണം. ആ വീഡിയോയിൽ നിന്ന് തന്നെയാണ് ആനിമേഷനിലേക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ ആ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് പ്രോംപ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ലാഷ് അടിച്ചു കൊടുത്ത ശേഷം വീഡിയോ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇത് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ് ഓരോരുത്തർ ഓരോ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. ഓരോരുത്തർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഇമേജസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്ലാഷ് അടിച്ചു കൊടുത്ത് അതിനുശേഷം ഇവിടെ വീഡിയോസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ലാഷ് അടിക്കാത്ത കുറേ കാര്യങ്ങൾ വരും, പക്ഷേ നിങ്ങൾ വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്ലാഷ് വീഡിയോ ഒന്ന് അടിച്ചു കൊടുക്കാൻ തന്നെ ഇവിടെ കണ്ടോ ഡൊമോ AI ഏറ്റവും മോളിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡൊമോ AI വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇവിടെയാണ് നമ്മുടെ വീഡിയോ, ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആനിമേഷനിലേക്ക് മാറ്റേണ്ടത്, അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്ന അപ്ലോഡ് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ കാണാൻ സാധിക്കുന്ന വീഡിയോ കഴിഞ്ഞ് അതിൻ്റെ ലിങ്ക് കഴിഞ്ഞ് പ്രോംപ്റ്റ്, ഏറ്റവും ലാസ്റ്റായിട്ട് പ്രോംപ്റ്റ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ആ പ്രോംപ്റ്റിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് വീഡിയോ ടു ആനിമി എന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക, വീഡിയോ ടു ആനിമി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ ടു ആനിമി എന്ന് അടിച്ചു കൊടുത്ത് അതിനുശേഷം നമ്മൾ എൻ്റർ അടിക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇതിനകത്ത് എൻ്റർ അടിക്കാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് നോക്കേണ്ട വരും നമ്മുടെ എവിടെയാണെന്ന്. കാരണം ഓരോരുത്തരും അവരുടെ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പുതിയ വീഡിയോസ് ആഡായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ നോക്കിയെടുക്കണം, ഇതിനകത്ത് എവിടെ നിന്നാണ് നമ്മുടെ നോക്കിയെടുക്കണം. നമ്മുടെ ആ യൂസർ നെയിം, നിങ്ങൾ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ യൂസർ നെയിം വെച്ച് നോക്കുക. ഇപ്പം ഞാൻ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ യൂസർ നെയിമിൽ ഉള്ളത് നോക്കുക. അവിടെ എൻ്റെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ അക്സെപ്റ്റ് ടോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ യൂസർ നെയിം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അക്സെപ്റ്റ് ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് എങ്ങനത്തെ ആനിമേഷനാണെന്ന് അവർ ചോദിക്കും. നിങ്ങൾക്ക് എത്ര മിനിറ്റിൻ്റെ എത്ര സെക്കൻഡ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കും. അതിനുവേണ്ടി വീണ്ടും ഞാൻ നോക്കി, ഇവിടെ എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് എങ്ങനത്തെ ആനിമേഷനാണ് വേണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഫേമസ് ആയിട്ട് ഇരിക്കൊണ്ടിരിക്കുന്ന ആനിമി 2 എന്ന് പറഞ്ഞ ഇതാണ്, ജപ്പാൻ കാർട്ടൂണാണ് ആനിമി 2 എന്നുള്ളത്. അത് വളരെ ഫേമസ് ആണ് ഇപ്പം.
അപ്പോൾ ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. അതായിട്ട് സെലക്ട് ചെയ്ത ശേഷം അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് എത്ര സെക്കൻഡ് വീഡിയോ വേണ്ടെന്ന്. ഇപ്പം നിങ്ങൾക്ക് 4 സെക്കൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 5 സെക്കൻഡ് വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ പറയുന്നുണ്ട് നമ്മൾ എത്ര ടൈം വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ കറക്റ്റാണ്, അത്രയും ടൈം അവർ പറയുന്ന അത്രയും ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം വേറെ ആൾക്കാർ ഇങ്ങനെ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ജനറേറ്റ് ആയിട്ട് വരികയില്ല, ടൈം എടുത്ത് ജനറേറ്റ് ആയിട്ട് വരുള്ളൂ. കാരണം അത്രമാത്രം ആൾക്കാർ ഓൺലൈനിൽ ഓരോ പ്രോംപ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ 5 സെക്കൻഡ് അടിച്ചു കൊടുത്ത ശേഷം സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇനിയിപ്പം നമ്മുടെ ഇത് ഡൗൺലോഡായി വരുന്നതായിരിക്കും. അത് അപ്ലോഡായി വരുന്നതായിരിക്കും. അപ്ലോഡായ ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റാർട്ടിങ് കണ്ടുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം 5 മിനിറ്റ് പറഞ്ഞെങ്കിൽ 5 മിനിറ്റ്, അല്ലെങ്കിൽ 4 മിനിറ്റ് പറഞ്ഞെങ്കിൽ 4 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഇൻബോക്സ് എന്നുള്ള ആ മുകളിലുള്ള ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മെൻഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മെൻഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ നമുക്ക് ആ സ്റ്റാർട്ടിങ് കണ്ട പോലത്തെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.